कबूतर हगुंटे അപ്പൊ എന്തൊക്കെയുണ്ട് കേസ്? സുഖമല്ല എല്ലാവർക്കും? നാട്ടിലിപ്പോ പുതിയ സംഭവങ്ങൾ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിലാണെങ്കിൽ നയൻതാരയും ധനുഷും കൂടെ 10 കോടിക്ക് കിടന്ന് അടികൂടുന്നു. ഒരു സൈഡിലാണെങ്കിൽ ശബരിമലയിൽ നിന്ന് വാവര ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞ ഒരു ടീം. ഒരു സൈഡിലാണെങ്കിൽ നാട്ടുകാരെ ഒഴിപ്പിക്കാൻ വഖഫിന്റെ ടീം. അതിന്റെ ഇടയിൽ കൂടെ ഒരു കുടുംബ പ്രശ്നം. ഇതൊരു പ്രവീൺ പ്രണവ. നിങ്ങൾ ആ ന്യൂസ് കണ്ടു കാണുമല്ലോ അല്ലേ? മൊത്തം അടിനാശ വെള്ളപ്പൊക്കം തന്നെ കേട്ടോ. ഞാൻ അതിലോട്ടൊന്നും കൂടുതൽ വിശദമായിട്ട് കടക്കുന്നില്ല. എന്നാലും എനിക്കിതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ ഒന്നേ പറയാനുള്ളൂ, ഈ റീലും റിയലും രണ്ടും രണ്ടാണ്. അത് മനസ്സിലാക്കിയ പലർക്കും കൊള്ളാം. ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന 90% കാര്യങ്ങളും വാതൊടാതെ എടുത്ത് വിഴുങ്ങാൻ അതെല്ലാം സത്യമാണോന്നില്ല കേട്ടാ. ചില ആൾക്കാരെയൊക്കെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് തോന്നും, അവരങ്ങ് അടിച്ച് പൊളിച്ച് ജീവിക്കാൻ തന്നെ. സത്യം പറഞ്ഞാൽ അടിനാശ വെള്ളപ്പൊക്കമായിരിക്കും വീട്ടിൽ കിടക്കുന്നത്. കണ്ടോണ്ടിരിക്കണ നമ്മൾ ചിന്തിക്കും, അടിപൊളി ലൈഫ് തന്നെ, അങ്ങനെയൊക്കെ ഒരു ജീവിതം കിട്ടിയിരുന്നെങ്കിൽ പൊളുത്തി കിടക്കണം. എടാ, അവരെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ അവിടെ സ്വർഗത്തില്. അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇപ്പോഴും പറയണം, റീലും റിയലും രണ്ടാണ് മക്കളെ. അണ്ണന്റെ ചുണ്ട് പാടുകയും ചെയ്യാനും ഡാൻസ് കളിക്കുകയും ചെയ്യണം. അത് കൊള്ളാലോ, വെറൈറ്റി ആണല്ലോ സാധനം. കൊള്ളാൻ കേട്ട സംഭവം. കൊള്ളാം കൊള്ളാം, അടിപൊളിയാണ്, അടിപൊളി അടിപൊളി. സാമാനം അടിച്ചു പൊട്ടിച്ചതിനെ തൊഴുത് കാണിക്കണടാ. നീ എന്നടാ ശിഷ്യൻ? എന്റെ പൊന്നോക്കളെ, ഇന്ന് നിങ്ങൾ വീട്ടിൽ പോയി അനുകരിക്കല്ലേ. ബുൾസൈ ആവും, ബുൾസൈ. സാരടാ, യുദ്ധഭൂമിയിൽ പുതിയൊരു ബടത്തി. എന്റെ പൊന്നിയാച്ചി നോക്കിയും കണ്ടൊക്കെ സ്റ്റെപ്പ് വെക്കുകയും അതിനകത്ത് ഫോർക്ക് വല്ലതും ഉണ്ടെങ്കിൽ വേണ്ടാത്തടത്തെല്ലാം കയറി കൊടുക്കും. ചേച്ചി വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു കടയിലെ മൊത്തം സ്പൂണും പർച്ചേസ് ചെയ്തെന്നാണ് തോന്നുന്നത്. ഇവിടെ ആശാനെ കണ്ടിട്ട് മറ്റേ കുതിരക്കണ്ണാപ്പിക്ക് താടി മെഷീൻ വെച്ച പോലെ ഉണ്ട് കേട്ടോ. കുതിരക്കണ്ണാപ്പി അറിഞ്ഞൂടെ നിങ്ങൾക്ക്? ഇവൻ തന്നെ കുതിര കണ്ണാപ്പി. ഓട്ടോ പിടിച്ചെങ്കിൽ 2024 വരാൻ നോക്ക്. ഓട്ടോയ്ക്ക് പൈസ ഞാൻ കൊടുത്തോളാം. 2025 ആയാലും എന്ത്, 26 ആയാലും എന്ത്, അതൊക്കെ അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. അത് അവര് ആസ്വദിക്കട്ടാ. എന്തൊക്കെയോ പറയണമെന്നുണ്ട്. പറഞ്ഞ അത് ബോഡി ഷേമിംഗ് ആയി പോകുന്നൊരു പേടി. എടാ, ഇത് കണ്ടിട്ട് തമ്പുരാൻ കണ്ടം വഴി ഓടിയെന്നാണ് കേട്ടത്. തമ്പുരാട്ടിയുടെ ഇല്ല ഏതോ റേഷൻ കടയുടെ അടുത്താണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞല്ല കേട്ടോ, അത് കമന്റ് ആണ് കേട്ടോ. കൃത്യമായ പഴയകാലത്തിന്റെ ഓർമ്മകളെ ഒരു സുന്ദരമായ ചിത്രീകരണത്തിലൂടെ നിങ്ങൾ ആവിഷ്കരിച്ചപ്പോൾ ഇതൊരു കൗതുകമായ ഒരു സുന്ദര മുഹൂർത്തമാണ്. തൊടുക്കുന്ന ശരം എപ്പോഴും ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കൊള്ളുകയാണെങ്കിൽ അത് ഗംഭീരവും സുന്ദരവുമാണ്. അങ്ങനെ നിങ്ങൾ ഉദ്ദേശിച്ചത് കൃത്യമായി കിട്ടിയത് കൊണ്ട് തന്നെ ഇത് ഗംഭീരമാണ്. പണ്ഡിതനാണെന്ന് തോന്നുന്നു. എന്തായാലും അണ്ണൻ കാര്യമായിട്ട് എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അണ്ണൻ ശരമൊന്ന് തൊടുത്ത് നോക്ക്, ചിലപ്പം കൊണ്ടാല. അതേ ബ്രിട്ടീഷുകാരൻ ഇടിവിട്ട് സാധനം വളഞ്ഞത് തന്നെ. ബ്രിട്ടീഷുകാരന് ഞാൻ പറയണില്ല. ബോഡി ഷേമിങ്ങിനൊക്കെ ഇപ്പൊ കേസ് ഉണ്ട്, അകത്ത് കിടക്കേണ്ടി വരും. നമ്മളിപ്പോ നെല്ലിയാമ്പതിയിലാണ് കേട്ടുള്ളത്. വരുന്ന വഴിയിൽ ഒരു ചാല് കണ്ടു, അതിൽ കുറെ മീനുണ്ട്. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് വേറെ വല്ല എന്തെങ്കിലും ആയിരിക്കുന്നതാണ്, പക്ഷെ ബ്ലാക്ക് മോളിയാണ് കേട്ടോ. അതാ 3 എണ്ണം ഞാൻ പിടിച്ചു ഗൈസ്. ഇതിന്റെ ഉള്ളിൽ നിന്ന് ശരിക്കും മീൻ തന്നെയാണ്. ഞാൻ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതേ കണ്ടിട്ടുള്ളൂ. ബ്ലാക്ക് മോളി 2 ദിവസം കൂടെ കഴിയുമ്പോ ചാടി ചാടി പോണത് കാണാം. ചാലില് ബ്ലാക്ക് മോളി വന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. 3 എണ്ണം റിലീസ്. അപ്പൊ ഞാൻ ഇതിനെ കാണിക്കാൻ വേണ്ടിട്ട് പിടിച്ചാണ്. വിടുകയാണേ. കളയില്ലടേ, കൊണ്ടുപോയി അക്കാറത്തിയിട്ട് 2 ദിവസം കഴിയുമ്പോ ബ്ലാക്ക് മോളി കുറെ വിളിക്കും. ഓപ്പോ റെനോ സീരീസ് ഉടനെ വരുന്നുണ്ട്. അതെടാ, ഓപ്പോ റെനോ 13 സീരീസ് നവംബർ 25 ചൈനയിൽ ലോഞ്ച് ആവും. ആണോ? അതുപോലെ HMDയും എക്സ്പ്ലോറിയും കൊളാബറേഷൻ ആയിട്ട് ടീനേജേഴ്സിനും കിഡ്സിനും ആരെങ്കിലും തോക്കം പിടിച്ചോണ്ട് നിൽക്കണ അപ്പുറത്ത്. ആടാ കൊച്ചിനെ ഇങ്ങനെ പേടിപ്പിച്ച് വീഡിയോ എടുപ്പിക്കണ. സ്മാർട്ട് വാച്ചസും സ്മാർട്ട് ഫോൺസും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഉടനെ ലോഞ്ച് ആവും. HMD നോക്കിയ ഫോൺസ് ഓർമ്മയില്ലേ? നോക്കിയ, അതൊക്കെ ഒരു കാലം.
അതൊക്കെ ഒരു കാലം. എല്ലാരും തുടക്കം ഇതുപോലൊക്കെ തന്നെ കേട്ടാ. എന്റെ വീഡിയോ എടുത്ത് നോക്കിയാലും കാണാം. ആർക്കെങ്കിലും ബ്ലോഗിങ്ങിനും കണ്ടന്റ് ക്രിയേഷനും വല്ല താല്പര്യം ഉണ്ടെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും നിങ്ങൾ. അപ്പൊ മനസ്സിലാവും നിങ്ങൾക്ക് അതിന്റെ ഒരു ഇത്. ആദ്യത്തെ ഒരു 2-3 വീഡിയോ എടുക്കുന്നവരെ ഒരു എന്തായാലും നമുക്കൊരു ഇത് തോന്നും. പിന്നെ അതങ്ങ് പതിയെ അത് മാറി കിട്ടും. ആർക്കെങ്കിലും കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തുടങ്ങിക്കോ. അതിന്റെ കാലമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ പോലെ ഓക്കാനിരിക്കേണ്ട. അത് ഏത് നിമിഷമാണെങ്കിലും തട്ടിപ്പോകാന്നുള്ള ചാനലാണ്. അതുകൊണ്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും പിടിച്ചോ. പിന്നെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വേറൊരു കാര്യം കൂടെ ചിന്തിച്ചോളണം. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നും പറഞ്ഞിരുന്ന അവിടെ മൂട്ടിൽ വാല്യൂ കുറച്ച് അവിടെ ഇരുന്ന് പോവേ ഉള്ളൂ. നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോ സ്വപ്നത്തില് എന്റെ വീടിന്റെ മുറ്റത്ത് നിധിയുള്ളത്, മാവിന്റെ വീട്ടില് നിധിയുള്ളതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. അപ്പോ നിരന്തരമായിട്ട് ഞാൻ അങ്ങനെ പേടി സ്വപ്നങ്ങൾ കാണാറുണ്ട്. അപ്പൊ പണ്ട് കാലത്ത് കുഴിച്ചിട്ടതായിട്ട് ഒരു ഓർമ്മ വന്നു. അതിനെ തിരിച്ചറിയാൻ വേണ്ടി ഒരു മാവ് നട്ടു എന്നുള്ളതാണ് പണ്ട് എന്റെ സ്വപ്നത്തിൽ വന്നത്. അപ്പൊ മാവ് ഞാൻ മുറിച്ചു. ഇനി ആരും അറിയാണ്ട് നട്ടപ്പാതിരാക്കി ഞാനത് പറിച്ചെടുക്കുകയാണ് നിധി. ഇവൻ വീടിനകത്താണ് ഈ നിധി എന്നും പറഞ്ഞ് സ്വപ്നം കണ്ടിരുന്നെങ്കിലാ ഇവൻ വീട് അവിടെ പൊളിച്ചു കളയുമായിരുന്നു. അവിടെ എന്തായാലും ചെറുക്കൻ മാവ് മുറിച്ചു കളഞ്ഞെന്ന് പറഞ്ഞ് അതിന്റെ അടിയിൽ നിന്ന് നിധി ഇല്ലെങ്കിലും വല്ല കിണ്ടിയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഏകദേശം ഈ മാവ് ഇരിക്കണ നിധിയുടെ മുകളിലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മാവാണെന്ന് പറഞ്ഞിട്ട് കക്കൂസിന്റെ സ്ലാവാണല്ലോ ഇവിടെ കാണുന്നത്. ഇതാണ് ഇനിയിപ്പോ ഒരു പ്രതീക്ഷയുള്ള ജീവിതത്തില്. എല്ലാവരും പ്രാർത്ഥിക്കുക നിധി കിട്ടാൻ വേണ്ടിട്ട്. കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 50-50. 50-50 കൊടുത്തിരുന്നാ മതി. നിനക്ക് മുന്നേ ഗവൺമെന്റ് ഓടി വരും നിധി പൊക്കി പിടിച്ചോണ്ട് പോവാൻ. ഇവിടെ ഒരു കാര്യം അറിയാവോ, ഈ നിധി ഒന്നും നമുക്കുള്ളതല്ല. നമ്മളെ പെരടത്തിൽ കിടന്ന് ഒരു നിധി കിട്ടിയാൽ നമ്മുടേതല്ല. നിധിക്ക് ഗവൺമെന്റ് ആണ് ഉത്തരവാദി. ഗവൺമെന്റിന്റെ തൊനയാണത്. എന്തായാലും ആ മാവ് പോയി. അത് തന്നെ അതൊക്കെ കുറിച്ച് സ്ലാബാ. വല്ല കഞ്ചാവിന്റെ തൈ ആണെങ്കിൽ അത് നിനക്കുള്ളത് തന്നെ. അത് നിന്റെ തലയിൽ തന്നെ. നീ എങ്ങനെയൊക്കെ ഊരാൻ നോക്കിയാലും അത് നിന്റെ തലയിൽ തന്നെ വെച്ച് വരും. എന്തായാലും നിന്റെ മാവ് പോയെന്നാണ് തോന്നണത്. അടി പക്കേ ഏതോ പണി സൈറ്റിൽ രാത്രി പണിയിലാണ്. നിന്റെ ബുദ്ധി വിമാനോളം. അത് എനിക്ക് ചെറുതായിട്ടൊന്ന് തോന്നിയായിരുന്നു കേട്ടോ. ആശാന് കണ്ടന്റ് കിട്ടാത്തതുകൊണ്ട് ഉള്ള ബ്ലണ്ടർ എല്ലാം കൂടെ അടിച്ചു വിട്ടതായിരിക്കും. നമസ്കാരം സുഹൃത്തുക്കളെ. കങ്കുവ സൂര്യര പുതിയ പടം ഇറങ്ങിയപ്പോ പൊട്ടി മുളച്ച പുതിയ അരവാദം അവതാരം പട ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കണം എന്നാണ് കേട്ടത്. എന്തായാലും സൂര്യര 2 വർഷത്തെ കഷ്ടപ്പാട് ശിവണ്ണൻ കൊണ്ടുപോയി ചൊട്ടിച്ചു കൊടുത്തു. പടത്തിന് മൊത്തം അലറലും കൂക്കലും എന്നാണ് കേൾക്കണത്. ഉള്ളത് തന്നെ പടം നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്ന? കണ്ടൊരു കമന്റ് ചെയ്യട്ടാ. പടം ഹിറ്റായിരുന്നെങ്കിൽ അണ്ണനൊക്കെ ഇപ്പൊ വേറെ ലെവലായേനെ. എന്തായാലും ഇനി OTT വരുമ്പോ കാണാം. ഒരു പടത്തിനൊരു അവരാധം, അതാണ് കണക്ക്. എടാ ഓണത്തിന് മറ്റേ സൂചിയിൽ നൂല് ഓർക്കണ കളി കണ്ടിട്ടുണ്ട്. ഫോണിൽ നാരങ്ങ കൊണ്ടോണ കളി കണ്ടിട്ടുണ്ട്. ചാക്കി കയറ്റി ഓട്ടം കണ്ടിട്ടുണ്ട്. സുന്ദരിക്ക് പൊട്ടുടല് കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒരു കാലം. പക്ഷെ ഇതെന്തൊരു കളിയടാ. നമ്മളും കളിച്ചിട്ടുണ്ട് കുറെ കളികൾ. ഇതൊരു വല്ലാത്ത കളിയായി പോയേട്ടാ. ഇത് കണ്ടിട്ട് ഫാമിലി ആണെന്നെങ്കിലും കൂട്ടാ. ഇത് കണ്ടിട്ട് നിങ്ങൾ കോളേജിൽ പോയിട്ട് ഈ കളി കളിക്കണ്ട കേട്ടാ. ഞാനും കുറെ ആഘോഷിച്ചിട്ടുണ്ട്. ചാക്കിലോട്ടവും സുന്ദരിക്ക് പൊട്ടുകുത്തലും. എന്തിനാ കരയണത്? മഞ്ഞപ്പൊടിയാ അതാ മല്ലിപ്പൊടിയാ? ഉപ്പ്. എടാ എല്ലാം കൂടെ കത്തി പോവേ ഉള്ളു. വറ്റല് മുളക്. നാല് വേറ. എടാ നീ ഇത്ര കഷ്ടപ്പെട്ടത് കഴിക്കണം എന്തിനടാ? ഓ മുളക് പൊടി. എടാ ഇതൊക്കെ കാണുമ്പോ നമ്മുടെ കണ്ണിൽ നിന്ന് തന്നെ പൊന്നീച്ചവരുണ്ട്. ഇതിന്റെ മറു സൈഡ് ഉണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞ ശേഷം പുറത്ത് കളയുന്ന ഒരു പ്രക്രിയ ഉണ്ട്. മിക്കവാറും എന്റെ ബാത്റൂമിൽ അലർച്ചയും നിലവിളിയൊക്കെ ആയിരിക്കും. ഇത്രയും മുളക് പൊടിയൊക്കെ അടിച്ചു കയറ്റിയിട്ട് എന്റെ പൊന്നോ എടാ മൂട്ടിന്ന് തീ പറക്കും. എന്തായാലും ആശാൻ ചോര തൂറിയിട്ടാണെങ്കിലും ആ പ്ലേ ബട്ടൺ മേടിച്ചെടുത്ത് കേട്ടാ. യൂട്യൂബിന് വരെ വിഷമം തോന്നിക്കാണും. 100K ആവാൻ നിൽക്കും മുമ്പേ അതങ്ങ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. ഇവന്റെ എല്ലാ വീഡിയോ ഇത് തന്നെ കേട്ടാ പരിപാടി. മുളക് തിന്നുക, കരയുക, ലൈക്കിനാണ് ഇതെല്ലാം ചെയ്യണത്. എന്നാലും അവന്റെ മൂഡ് ഇതെങ്ങനെ സഹിക്കണമെന്തോ. അപ്പൊ ഗൈസ് ഇതുവരെയുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യട്ടാ.